മെമ്പർമാരായിട്ടുള്ള പ്രിയപ്പെട്ട നസീർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, വളരെയേറെ കാര്യങ്ങൾ പറയേണ്ടുന്ന പങ്കെടുക്കുന്ന ഒരുപാട് നേതാക്കന്മാരുള്ള ഒരു വലിയ സദസ്സാണ്. സമയമേറെ വൈകിയിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി ഇന്ന് തിരൂരും താനൂരിലുമായി മണിക്കൂറുകൾ ചെലവഴിച്ചിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ SSLC പരീക്ഷയിൽ
ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് ബോധ്യമായി, അദ്ദേഹം തൻ്റെ വളരെ പഠനാർഹമായ പ്രസംഗത്തോടൊപ്പം കുട്ടികളുമായി സംവദിച്ച് എന്ന് ഇന്ന് ഏറെക്കുറെ തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ വന്നു, നമ്മുടെ കൂടെ പ്രിയപ്പെട്ട ഇടപെട്ട് ഇവിടെ നിൽക്കുകയാണ്. സമയം വളരെ വൈകിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ മയത്തെ ആളുകൾക്കൊക്കെ ഒരു മൈക്ക് കിട്ടിയാൽ അതെങ്ങനെ ചുരുക്കുക എന്നുള്ളതിന് വലിയ പ്രയാസമാണ്. പക്ഷെ അതുകൊണ്ട് ഈ സമയമൊക്കെ നന്നായി അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, ഇവിടെ എന്താണോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ കാര്യത്തിൽ നിങ്ങളുടെ കൂടെ നിങ്ങൾക്കുള്ള താല്പര്യം അതിനേക്കാൾ കൂടുതലെടുത്ത് അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചപ്പോൾ ഈ പഞ്ചായത്തിൽ, ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ കോടികളുടെ രൂപയാണ് ഇവിടെ നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചത്. 2014 നമ്മുടെ ഈ മാസത്തിലാണ് ഇതിൻ്റെ 15. അതുപോലെ തന്നെയാണ് ഉപ്പൂട്ടുങ്ങൽ റോഡിൻ്റെ കാര്യം. ഉപ്പൂട്ടുങ്ങൽ റോഡിൻ്റെ കാര്യം നമുക്കറിയാം, നമ്മളെ തിരൂർ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് വളരെയേറെ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയുള്ള ഉപ്പൂട്ടുങ്ങൽ റോഡാണ്. ആ റോഡിന് വേണ്ടി 10 ലക്ഷം രൂപ ചെലവഴിച്ച് ഇന്ന് ആ റോഡിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഇതുമായി ബന്ധപ്പെട്ട റോഡ്, ആ റോഡിന് ജില്ലാ പഞ്ചായത്ത് 8 ലക്ഷം രൂപ നൽകി അതിൻ്റെ വർക്കിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അപ്പുറത്ത് ഒരു 10 ലക്ഷം രൂപൻ്റെ വേറെ വർക്കുണ്ട്. ഞാൻ ആ വർക്കുകളെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. ഒട്ടും കുറവില്ലാതെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. നേതൃത്വം നൽകിയിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ ഈ വേദിക്ക് വേണ്ടി, ഈ നാട്ടുകാർക്ക് വേണ്ടി എല്ലാ നിരതിയിലുള്ള അഭിനന്ദനത്തോടു കൂടി ഞാൻ ഈ വേദിയിലേക്ക് ആത്മാർത്ഥമായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ. അദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോ ഇടപെടലും, ഇപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഒക്കെ നമുക്കറിയാം, അങ്ങനെ ഒരു വകുപ്പുണ്ട്, നമ്മുടെ സാമൂഹ്യ ന്യൂനപക്ഷ വിഭാഗവുമായി ബന്ധപ്പെട്ട വകുപ്പ്. അങ്ങനെ ഒരു വകുപ്പ് അർത്ഥത്തിൽ ഞാനിപ്പോൾ വരുമ്പോൾ തന്നെ ഒരുപാട് റോഡ് ഞാൻ പറഞ്ഞപ്പോൾ അതിനേക്കാൾ ഈ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ദിശാബോധത്തോടുകൂടി നേതൃത്വം കൊടുക്കുന്ന വട്ടം ആലിക്കോയ സാഹിബ്, ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാന്യനായ നഗരകാര്യ മന്ത്രിയും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ മന്ത്രിയുമായ പ്രിയങ്കരനായ മഞ്ഞളാംകുഴി അലി സാഹിബ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടിയാട്ടിൽ മുനീറ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ഖദീജ, വേദിയിലുള്ള പ്രിയപ്പെട്ട ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഇസ്മയിൽ, മറ്റ് PTK കുട്ടി സാഹിബ്, വളരെ സന്തോഷപൂർവ്വമാണ് ഇവിടെ നിൽക്കുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്ന ചില പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നിർവഹിക്കപ്പെട്ടത്. ഇവിടെ കുടിവെള്ള പദ്ധതി വളരെ വർഷങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ച ഒന്നാണ്, അതിന് യാഥാർത്ഥ്യമാവുകയാണ്. അതുപോലെ റോഡുകളും മറ്റ് പദ്ധതികളുമൊക്കെ ഇതിനോടൊപ്പം ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിൽ ഈ അടുത്ത കാലത്തായി നമ്മുടെ ഗ്രാമീണ മേഖലയിലെ ഒട്ടേറെ വൻ വികസന പദ്ധതികൾ നടപ്പാക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെയാണ് വലിയ പദ്ധതികളും ചെറിയമുണ്ടത്തൊട്ടും മോശമല്ല. നമ്മൾ വളരെയേറെ ഗൗരവപൂർവ്വം തന്നെ വിഷയങ്ങളെ കാണുകയും കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് ഓരോ പദ്ധതികളും നടപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഇതിന് ഞങ്ങൾക്കുണ്ടാകണം. ഒരു കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ, നിങ്ങളുടെ വികസന പദ്ധതികൾ ഒരിക്കലും ഫണ്ടിൻ്റെ പോരായ്മ കൊണ്ട് നടക്കാതെ വരില്ല. മറ്റുള്ള കാര്യങ്ങളിൽ, സ്ഥലത്തിൻ്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ നിങ്ങളാണ് അതിന് വഴി കണ്ടെത്തേണ്ടത്. ഫണ്ട് നൽകുമ്പോഴും ചില പ്രത്യേകതകളുണ്ട്. നല്ല വൻകിട പദ്ധതികൾ തുടങ്ങണമെങ്കിൽ അതിനനുസൃതമായ സ്ഥലം വേണം, ഫണ്ട് വേണം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ പനമ്പാലം 5 കോടി രൂപ 3 കോടി രൂപയുടെ പ്രവൃത്തി നടക്കുകയാണ്. ITIയുടെ കെട്ടിടം മിക്കവാറും ഈ അടുത്ത മാസം തന്നെ നമുക്ക് തറക്കല്ലിടാൻ കഴിയും. 5 കോടി രൂപയുടെ കെട്ടിടത്തിന് നമ്മുടെ ഒരുപാട് പദ്ധതികൾ അങ്ങനെ നടപ്പാക്കാൻ സാധിക്കുകയാണ്. ഇപ്പോൾ 3 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ബംഗ്ലാകുന്നിൽ നിന്ന് മീശപ്പടിയിലേക്കുള്ള റോഡിൻ്റെ പണി നടക്കുകയാണ്. നമ്മുടെ തലക്കെടുത്തൂർ നഗരം നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവൃത്തി തുടങ്ങുകയാണ്. ഇങ്ങനെ ഒട്ടേറെ നല്ല പദ്ധതികൾ തുടങ്ങുവാൻ, പക്ഷേ ഇതിനൊക്കെ നമുക്ക് സ്ഥലം വേണം. സ്ഥലം ഒരു വലിയ ഘടകമാണ്.
സ്ഥലമില്ലാതെ ഒരു വികസന പ്രവർത്തനവും നടത്താൻ കഴിയില്ല. എനിക്ക് തീർത്തും പറയാനുള്ളത്, വെറുതെ കല്ലിട്ട് പോയിട്ട് കാര്യമില്ല. കഴിഞ്ഞ തവണ ഒരുപാട് കല്ല് ഞങ്ങൾ കണ്ടു, പക്ഷേ ആ കല്ലൊക്കെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ദൗത്യം വളരെ കടുത്തതായിരുന്നു. ആ പ്രവൃത്തി നമ്മൾ നടത്തുകയാണ്. അകത്തൊക്കെ ഒരുപാട് റോഡുകളുണ്ട്. ഈ റോഡുകളുടെ ഇരു പാർശ്വങ്ങളിലുമുള്ളവരോട് എനിക്കൊരു വിനയം ഭാഷയിൽ പറയാനുള്ളത്, അല്പം ഫണ്ട് നൽകണമെങ്കിൽ, നല്ല പ്രവൃത്തി നടക്കണമെങ്കിൽ അതിനനുസൃതമായ സ്ഥലവും കൂടി നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ട് എല്ലാ വഴികളും നമ്മുടെ ഒരു വാഹനത്തിന് കൃത്യമായി കടന്നു പോരാൻ കഴിയുന്ന വിധമുള്ള ഒരു ചെറിയ ഒരു സഹായം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ഈ ഗ്രാമത്തിന്റെ മുഖച്ഛായ മാറ്റാൻ നമുക്ക് കഴിയും. അതിന് നിങ്ങളുടെ പിൻബലമുണ്ടാകണം എന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ബഹുമാന്യനായ മന്ത്രിയെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത്, നിങ്ങളുടെ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി, പ്രിയകരിയായ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അടിയാട്ടൽ മുനീറ, PP ഖദീജ, പ്രിയങ്കരനായ കമ്മകുട്ടി, PTK കുട്ടിയാക്ക, CK ഇസ്മായിൽ, സൈനബ കല്ലിടമ്പൻ, നിങ്ങളെ പ്രിയങ്കരനായ വാർഡ് മെമ്പർ ഇസ്മായിൽ, അതുപോലെ തന്നെ നമുക്ക് സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ ആലിക്കോയ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റാദരണീയരായ വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമയം 2 മണിയായി. സാധാരണഗതിയിൽ 2 മണിക്ക് ഇത്രയും നട്ടുച്ച സമയത്ത്, ഇത്രയും ചൂടുള്ള സമയത്ത് കൂടുതൽ ആൾക്കാരൊന്നും പരിപാടിയിൽ പങ്കെടുക്കാതെ കിട്ടിയ ഭക്ഷണം കഴിച്ച് എവിടെയും ചുരുണ്ട് കൂടുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. പക്ഷേ പതിവിന് വിപരീതമായി ഇവിടെ കൂടിയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇത് ജനങ്ങൾ ആഗ്രഹിച്ച ഒരു വികസന പ്രവർത്തനമാണ്. നമ്മുടെ പ്രിയങ്കരനായ ആലിക്കോയ സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ പഞ്ചായത്തിലും അതുപോലെ തന്നെ ഈ വാർഡുകളിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന്. അത് വെറും ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡിലോ മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 20 കൊല്ലം നമ്മൾ നോക്കുക, ആ 20 കൊല്ലത്തെ വികസന പ്രവർത്തനങ്ങൾ ഒരു കയ്യിലും ഈ കഴിഞ്ഞ 4 കൊല്ലത്തെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരു മറ്റേ കയ്യിൽ നോക്കുകയാണെങ്കിൽ ഈ 4 കൊല്ലത്തെ വികസന പ്രവർത്തനങ്ങളാണ് കൂടുതൽ തോന്നുക. ഇത് സാധാരണക്കാരായ ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വികസനം അല്ല, വെറും വലിയ വലിയ കാര്യങ്ങളല്ല. നമ്മുടെ പാവപ്പെട്ട രോഗികൾക്ക് സഹായം നൽകുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു, നമ്മുടെ CMDR, പള്ളി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അതുപോലെ തന്നെ നമ്മുടെ ഫൈനാൻസ് വകുപ്പ് മന്ത്രിയുടെ അല്ലെങ്കിൽ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ക്യാൻസർ ബാധിച്ചാൽ പ്രധാനമായിട്ടും വലിയ വലിയ രോഗങ്ങൾ ബാധിച്ച ആൾക്കാർക്കുള്ള ഇത്. പിന്നെ ധനകാര്യ മന്ത്രിയുടെ വകുപ്പിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന കണ്ട 650 കോടി രൂപ ആ ഫണ്ടിൽ നിന്നും മാത്രമാണ് നമ്മൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ കൂടാണെങ്കിൽ 10-700 കോടി വേറെ, അപ്പൊ എല്ലാം കൂടി കൂട്ടുകയാണെങ്കിൽ 1350 കോടി രൂപ നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള പാവപ്പെട്ട രോഗികളായ ആൾക്കാർക്ക് പണമായിട്ടാണ് കൊടുക്കുക ചെയ്തത്. മരുന്നും മറ്റുള്ള കാര്യങ്ങളും വേറെ ഉണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും ചികിത്സ, മറ്റുള്ള എല്ലാ ആൾക്കാർക്കും, പാവപ്പെട്ട ആൾക്കാർക്കും ഒക്കെ നല്ല നല്ല സഹായങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നല്ലാതെ പണമായിട്ടാണ് ഇത്രയും 1350 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് നമ്മളെ അത്ഭുതപ്പെടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ റോഡുകളായാലും പാലങ്ങളായാലും കുടിവെള്ള പദ്ധതികളായാലും ഏതൊരു സ്ഥലത്ത് എന്താണെന്നുണ്ടെങ്കിലും വളരെ വലിയ രീതിയിലുള്ള പദ്ധതികളാണ്. ഇത്രയും വലിയൊരു വികസനം മുൻകാലങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. വികസനമൊക്കെ ഉണ്ട്, ചിലപ്പോൾ നമ്മളെ ചെറിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വിവാദം അതിന്റെ ഭാഗത്ത് കൂടെയാണ് പോട്ടെ, അത് സ്വാഭാവികമാണ്, ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ വലിയ രീതിയിലുള്ള വികസനങ്ങളാണ് സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനം.